ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ ഒരു 11-11:30 ആയിട്ടുണ്ട് സമയം. രാവിലത്തെ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അമ്മ ചോറൊക്കെ വെച്ചു. പിന്നെ ഇന്നലെ രാത്രിക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ പുട്ടുണ്ടാക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം ചേട്ടനും അനിയനും പിള്ളേരും ഒക്കെ അകത്തുണ്ട്. ഞാനാണെങ്കിൽ വെളി വന്നിരുന്നിട്ട് ഉള്ളിയുടെ തൊലി പൊളിക്കുവാണ്, വെളുത്തുള്ളിയുടെ. അപ്പോൾ കുറേ അധികം വെളുത്തുള്ളിയും ചെറിയുള്ളി ഇഞ്ചിയൊക്കെ ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. തീരുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ തിണ്ണയ്ക്ക് ടൈലിട്ടതിന് ശേഷം ഞാൻ പച്ചക്കറി അരിയാനും ഇതുപോലെ ഉള്ളി പൊളിക്കാനും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഞാൻ തിണ്ണയിലാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. അതുകൊണ്ട് റൂഫ് ഇട്ടേക്കണോണ്ട് തന്നെ അകത്തൊക്കെ നല്ല ചൂടാണ്. ഫാൻ ഇട്ടാലും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ കൂടെ അമ്മയും വന്നിരിപ്പുണ്ട് കേട്ടോ. അമ്മ നോട്ടീസ് വായിച്ച് കേൾപ്പിക്കുവാണ് കേട്ടോ. മറ്റേ വോട്ടിൻ്റെ എന്തോ നോട്ടീസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ച് കേൾപ്പിക്കുവാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ കൊറിയർ വാങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും ഒരുപാട് ചേച്ചിമാർ അമ്മേനെ കാണാറില്ല, അമ്മ അല്ലെങ്കിൽ കടയിലൊക്കെ പോണയാണ്, പിന്നെ വിറക് വെറുക്കാനൊക്കെ പോണയാണ്, ഇപ്പോൾ കുറേ ആയിട്ട് കാണാറില്ല, എന്ത് പറ്റി, കിടപ്പാണോ, അതേപോലെ ഇവിടെ ഇല്ലേ, ആളിവിടെ ഇല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന ചേച്ചിമാരാണ്, തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ചേച്ചിമാരാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് കുറച്ച് അകലെയാണ് കേട്ടോ. അമ്മയൊക്കെ ആയിട്ട് പണ്ട് മുതലേ ഞാനിവിടെ വന്നേക്കാൻ മുന്നേ മുതലേ നല്ല കൂട്ടാണ്. അപ്പോൾ കുറേ നാളായിട്ട് അമ്മേനെ കാണാറില്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം എൻ്റെ അടുത്ത് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അവർ ജോലിക്ക് പോണ വഴിക്ക് ഞാൻ വഴിയിൽ നിന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ. അമ്മേനെ കാണാറില്ല, എന്ത് പറ്റി, അങ്ങനെ കുറേ വിശേഷങ്ങൾ ഞങ്ങളുടെ വീഡിയോസിലും കാണാറില്ല എന്നൊക്കെ. ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രായത്തിൻ്റേതായ ക്ഷീണവും ബുദ്ധിമുട്ടും ഉണ്ട്, നടപ്പൊക്കെ സ്ലോയാണ്. പിന്നെ ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രായത്തിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ കിടപ്പൊന്നുമല്ല കേട്ടോ. വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യും. ആരും പറഞ്ഞ് ചെയ്യിക്കുന്നതുമല്ല, ആളുടെ ഇഷ്ടമാണ്. കാരണം അങ്ങനെയാണ് പഴയ ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ. അവർ പണ്ട് മുതലേ അവരങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ ഇരുന്നിട്ടില്ല. കാരണം അവരിങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രായമായാലും അല്ല എന്തൊക്കെ ക്ഷീണം ഉണ്ടെങ്കിലും ഓരോ ജോലികൾ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്കെന്ന് പറയുമ്പോൾ അവർ ചെയ്ത് ശീലിച്ചതുകൊണ്ട് അവർക്ക് വെറുതെ ഇരുന്നാലാണ് കേട്ടോ ക്ഷീണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പറ്റുന്ന ജോലികളെല്ലാം അമ്മ എടുക്കും. അതിന് ശേഷം പിന്നെ അമ്മ റെസ്റ്റ് എടുക്കും കേട്ടോ. അങ്ങനെ പുറത്തേട്ടൊന്നും പോകാറില്ല. അതുകൊണ്ടാണ് അമ്മേനെ അധികം കാണാതെ. പിന്നെ എന്നോട് വീഡിയോയിലൊക്കെ അമ്മേനെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. വീഡിയോസൊക്കെ അമ്മയ്ക്കും കൂടെ പറ്റിയ ഷോർട്സൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ വീഡിയോസിലൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ നിർബന്ധിച്ച് ഏതെങ്കിലും വീഡിയോസിൽ കൊണ്ട് ഇരുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ നേരത്ത് അമ്മേനെ കാണിക്കാറുണ്ട്. ചില വീഡിയോയിൽ ആൾ കാണിക്കാറില്ല. കാരണം ഞാൻ വീഡിയോ എടുത്ത് വന്ന സമയത്ത് ആൾ ചിലപ്പോൾ കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസ്റ്റിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. കാണാറുള്ള സമയത്തൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. പിന്നെ അവർക്കൊന്നും വലിയ താല്പര്യമില്ല, ഒരുപാട് പഴയ ആളുകളല്ലേ, അപ്പോൾ അവർക്കൊന്നും വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ അപ്പം ആ ചോദിച്ച ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ അമ്മേനെ കുറേ നേരത്തേന് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോയും പോട്ടെ, ഉള്ളിയൊക്കെ തൊലി പൊളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനാണെങ്കിൽ അമ്മയുടെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. ഞാനാണ് എപ്പോഴും മുടിയൊക്കെ ചീകി കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു പേനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് കൊല്ലും. ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2 ദിവസം കൂടിയൊക്കെ ഞാൻ അമ്മയുടെ മുടി നല്ലപോലെ ചീവുവേ. കാരണം കുഞ്ഞു ഈരും പേനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് അമ്മ അതും ഇതൊക്കെ പറയുമായിരുന്നു കേട്ടോ. നീ ആ ചെയ്ത പണി ഇട്ടിട്ട് വന്നു, അത് ചെയ്യുക, അത് പിന്നെ ചെയ്യാമെന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നേ. പക്ഷേ എങ്കിൽ എനിക്കൊരു സമാധാനക്കേട്, ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആകെ ഇതായിട്ടിരുന്നപ്പോഴത്തേക്കും എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ നോട്ടീസിലേക്ക് മുടിയൊക്കെ ചീകിയിടുവാണേ. അപ്പം അമ്മ പറയുമായിരുന്നു അത് വായിച്ച് പൂർത്തിയായില്ല, അതെന്തിനാ അതിലേട്ട് ചീവിയിട്ടേ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇരുന്ന് പറയുന്നത്. പിന്നെ കുറേ ചേച്ചിമാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കഥാപാത്രമൊക്കെ അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ചെയ്യുന്ന ഷോർട്സ് വീഡിയോയിൽ അമ്മമാർ ചെയ്യുന്ന കഥാപാത്രം, അതുപോലെ സിനിമയിലെ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഫിലോമിന, കുളപ്പുള്ളി ലീല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അമ്മേനെയും കൂട്ടാനൊക്കെ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 1000 തവണ പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവത്തുമില്ല. പിന്നെ ആ ഒരു സമയത്തുള്ള ലിപ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. കാരണം അവരൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. റീൽസ് എന്താണ്, വീഡിയോസ് എന്താണ് ഒന്നും കണ്ടിട്ടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ നിർബന്ധം പിടിക്കാനും പറ്റത്തില്ല കേട്ടോ.
അതുകൊണ്ട് തന്നെ ചില വീഡിയോസിൽ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ ഇരുത്തും. അത് എൻ്റെ ആഗ്രഹമാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ അടുത്ത് വന്നിരിക്കണം, ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടാണോ ഇരിക്കണേ അതേപോലെ ഇപ്പോൾ വിറക് കീറുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുവാണെങ്കിൽ അങ്ങനെ, അങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരുക്കിയൊക്കെ കൊണ്ടുവന്നൊക്കെ ഞാൻ ചില വീഡിയോസിലൊക്കെ ഇരുത്താറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അമ്മയാണെങ്കിൽ വീട്ടിൽ ചോറ് അമ്മയാണ് കേട്ടോ വെക്കുന്നത്. അതെല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ്. ചോറും വെക്കും, കുടിവെള്ളം തിളപ്പിക്കും, ചിലപ്പോൾ കട്ടൻ ചായ തിളപ്പിക്കും. അതും കഴിഞ്ഞിട്ട് ആൾ നേരെ റൂമിലോട്ട് കയറുവേ. പിന്നെ കിടന്നുറങ്ങും, ഒരുപാട് നേരം കിടന്നുറങ്ങും. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴേറ്റ് ഫുഡൊക്കെ കഴിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേറ്റ് ചോറ് വെക്കാന്നുണ്ടെങ്കിൽ ചോറ് വെക്കും, ഇല്ല എങ്കിൽ രാവിലെ വെച്ച ചോറ് തിളപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആൾ റൂമിലോട്ട് കയറും. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോസ് ചെയ്യുക അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ പുറകെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ ആ ഒരു പ്രൈവസിയും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അല്ലാണ്ട് ഇഷ്ടക്കേടൊന്നും ആയിട്ടല്ല. അവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ റെസ്റ്റിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ അവർക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതി കേട്ടോ. പിന്നെ എന്താ പറയണത്, നമ്മൾ വേറെ പ്രശ്നങ്ങളോ വഴക്കോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല, കിടപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അമ്മേനെ അധികം വഴിയിലോട്ടും അങ്ങനെ വിടാറുമില്ല. എവിടെയെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങി പോണ സമയത്താണെങ്കിൽ നമ്മൾ കാണുവാണെങ്കിൽ എവിടെ പോവാണ് ഇപ്പോൾ പോകണ്ട, അല്ലെങ്കിൽ ഞാനും കൂടെ വരാം അങ്ങനെയൊക്കെ പറയും കേട്ടോ. കാരണം ആൾക്ക് ഓർമ്മക്കുറവെന്ന് വെച്ചാൽ നല്ലതുപോലെ ഓർമ്മക്കുറവുണ്ട്. ചെറിയ രീതിക്കൊന്നുമല്ല, നല്ലപോലെ ഓർമ്മക്കുറവുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഒരു സെക്കൻഡ് പോലും ഓർത്ത് വെക്കത്തില്ല, അപ്പം തന്നെ മറന്നു പോയിട്ട് വീണ്ടും ചോദിക്കും. അത്രയ്ക്കും മറവിയാണ് കേട്ടോ ആൾക്ക്. അപ്പം നമ്മളങ്ങനെ വഴിയിലോട്ടൊന്നും വിടണത് ശരിയല്ല. കാരണം എങ്ങാട്ടും വഴിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് അങ്ങനെ അങ്ങ് പോവും. അതൊക്കെ കൊണ്ട് നമുക്കൊരു ഇതാണ്, നമ്മൾ ഓരോ ന്യൂസൊക്കെ കേൾക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അധികം അങ്ങനെ വഴിയിലോട്ട് പോകാറുമില്ല, ആളെ വിടാറുമില്ല. ആളുടേതായ ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്കും നേരെ റൂമിൽ കയറും കേട്ടോ. അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് റൂമിലുണ്ടോ എന്ന് ചെന്ന് നോക്കാറുമുണ്ട് കേട്ടോ ഞാൻ. എൻ്റെ പണി അതാണല്ലോ. അപ്പം അങ്ങനെ ദേ അമ്മയുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഒരു റീൽ ചെയ്ത കഥയാണ് ഞാൻ അമ്മയോട് പറയുന്നത്. കാരണം അതൊക്കെ അമ്മ മറന്നുപോയി. കുറേ നാളായി, ഒരു 2-3 മാസം ആയേ ഉള്ളൂ. എന്നാലും അമ്മ അതൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ ആ റീൽസിൻ്റെ കഥയാണ് കേട്ടോ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ റീൽസ് ഒരുപാട് പേര് കണ്ട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് അമ്മേനെ തിരക്കി. വഴിയിലൊക്കെ ഞാൻ പോയി നിൽക്കുമ്പോഴത്തേക്കും അമ്മേനെ ഒരുപാട് പേര് തിരക്കാറുണ്ട്, കാണാറില്ല. അതൊക്കെ ഇങ്ങനെ അമ്മയുടെ ഇങ്ങനെ ഇത് പറയുമായിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കുമായിരുന്നു എന്ത് റീൽസ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു ഞാൻ ചെയ്ത റീൽസ് ഒരു കോമഡി റീലായിരുന്നേ. അപ്പോൾ അത് അന്ന് ആ കോമഡി ചെയ്ത സമയത്ത് അമ്മ ആ റീല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കിടന്ന് ഒരുപാട് ചിരിക്കുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അമ്മ ഒത്തിരി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ അത് മറന്നുപോയി കേട്ടോ. അപ്പോൾ ആ കഥ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കുന്നുണ്ടേ. അപ്പോൾ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അത് കേൾക്കാൻ പറ്റത്തില്ലോ, ഭയങ്കരമായിട്ട് ആൾ കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറേ നാൾ മുന്നേ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരോട് നിന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഹാപ്പിയല്ല. അവർ പെട്ടെന്ന് മറന്നു പോകും. എന്നാൽ പോലും നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസ്, ഇപ്പം ഞാൻ ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ നേരത്തെ നടന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്കതൊരു സന്തോഷമാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഓരോ റീൽസൊക്കെ ചെയ്ത കാര്യം, പിന്നെ ഞാനും അമ്മയും കൂടെ നേരത്തെ ചെയ്ത റീൽസിൻ്റെ കഥയാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ ദേ ഭയങ്കരമായിട്ട് കുടാന്ന് കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാം. അങ്ങനത്തെ അമ്മയാണെങ്കിൽ വെളുത്തുള്ളി പൊളിച്ച് തരട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കത്തിയില്ലല്ലോ, അപ്പോൾ വെറുതെ കൈകൊണ്ട് പൊളിച്ചിട്ട് നഗരൊന്നും കളയണ്ട എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഒതുങ്ങി മാറിയിരിക്കുവാണേ. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കത്തില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൂടെ കൂടും, ആൾ വെറുതെ ഒന്നും ഇരിക്കത്തില്ല. ഞാൻ പറഞ്ഞ് മാറ്റി ഇരുത്തിയേക്കണാണ് കേട്ടോ. ആൾ കുറച്ച് മുമ്പ് വെളുത്തുള്ളിയൊക്കെ എടുത്ത് പൊളിക്കാനായിട്ട് ഒരുങ്ങിയതായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. ഇന്ന് എനിക്കൊരു മുട്ടൻ പണി കിട്ടിയ ദിവസം കൂടെയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല പല്ലുവേദനയായിരുന്നു. വാ പോലും തുറക്കാൻ പറ്റണില്ലായിരുന്നു, അത്ര വേദനയായിരുന്നു കേട്ടോ. സംസാരിക്കാൻ പോലും പറ്റണില്ലായിരുന്നു. അപ്പം ഇന്നലെ വൈകിട്ട് ഒരു ഗുളിക കഴിച്ചു. പിന്നെ ഉപ്പുവെള്ളമൊക്കെ വാങ്ങിക്കൊണ്ടതിനൊക്കെ ശേഷം ഒന്ന് പിടിച്ച് നിന്ന് കേട്ടോ. പിന്നെ വേദനയൊക്കെ അങ്ങ് മാറിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ തണുപ്പിൻ്റെ ഇതായതുകൊണ്ട് തന്നെ പല്ലുവേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പല്ലിന് കേടൊന്നുമില്ല, പല്ല് പൊട്ടിപ്പോയതാണ്, പല്ലിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോയതാണ്. രണ്ടാമത്തെ വാവേനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ കപ്പ എല്ലും കൂടെ കഴിച്ചപ്പോഴത്തേക്കും എല്ല് കടിച്ച് അങ്ങനെ പല്ലിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോയതാണ് കേട്ടോ. അന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക്.
പിന്നെയാണെങ്കിൽ എനിക്ക് എന്നോടത്ത് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ, അതായത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് രണ്ട് ചേച്ചിമാർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും ഒക്കെ അറിയാൻ പറ്റും, എൻ്റെ ആ ഒരു റിയൽ ലൈഫ് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസിലൂടെ കൊണ്ടുവരുന്നത് കേട്ടോ. അതിൽ വേറെ ഞങ്ങളുടേതായ സന്തോഷങ്ങളൊക്കെയാണ് ആ വീഡിയോസിലൂടെ പങ്കിടുന്നത്. അപ്പോൾ ഒത്തിരി കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് ഈ വീട്ടിൽ നിന്ന്. എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഹസ്ബൻഡ്, എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. കാരണം ചോദിക്കുന്നത് ഇതാണ്, വീട്ടിൽ നിന്ന് ആരും വരാറില്ലേ, വീട്ടിൽ പോകാറില്ലേ, ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ മുന്നേ എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ സ്വന്തക്കാരൊക്കെ വന്നതും പോയതൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ട്, അയൽവക്കംകാരും നാട്ടുകാരൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് 1 വർഷത്തോളമായിട്ട് ആരും വരാറില്ല, അതുകൊണ്ട് അവർ ചോദിക്കുന്നു. അവരെ തെറ്റ് പറയാനും പറ്റത്തില്ല, ആരും തന്നെ വരാറില്ല, ഞാൻ പോകാറുമില്ല കേട്ടോ. കാരണം ഒന്നേ ഉള്ളൂ, എന്നെ വേണ്ടെന്ന് വെച്ച ആളുകളുടെ അടുത്തോട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. എന്നെങ്കിലും എന്നെ വേണമെന്ന് തോന്നി എൻ്റെ അടുത്ത് വരട്ടെ, അല്ലാണ്ട് ഞാനായിട്ട് പോകേണ്ട കാര്യമില്ല. എന്നെ തീർത്തും ഒഴിവാക്കി എന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, കൂടപ്പറപ്പും ഉണ്ട്, പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡും ഉണ്ട്, ഞാൻ ഹാപ്പിയാണ്. അപ്പം എന്നെ തീർത്ത് ഒഴിവാക്കിയവരടുത്തോടെ നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ആരാണെങ്കിലും നേരിട്ടാണെങ്കിലും മെസ്സേജ് അയച്ചാണെങ്കിലും ചേച്ചിമാരൊന്നും അങ്ങനെ ചോദിക്കരുത് കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഉണ്ട് പേഴ്സണലായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വർത്താനം എല്ലാം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അമ്പാടി അകത്ത് നിന്ന് ഒറ്റ കരച്ചിലും ബഹളവും, അവന് പുറത്തിറങ്ങണം, കല്ല് വാരണം, മണ്ണ് വാരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ചേട്ടനും അനിയനും നേരെ 2 പേരെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിക്കുട്ടൻ ആദ്യമായിട്ടാണ് മണ്ണ് വാരി കളിക്കുന്നത്, ആദ്യമായിട്ടാണ് അവനിങ്ങനെ മുറ്റത്തിരിക്കുന്നത്. അവനിങ്ങനെ അമ്പാടി കളിച്ചിറക്കണയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ മുറ്റത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന്. അങ്ങനെ കുറച്ച് നേരം വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞ് നേരെ അകത്തോട്ട് പോയപ്പോഴത്തേനും കഷ്ടകാലം പിടിക്കാനായിട്ട് അമ്പാടിയുടെ ഒരു വണ്ടിയെ കയറി ചവിട്ടി കേട്ടോ. അങ്ങനെ ചവിട്ടി അമർത്തി അങ്ങ് ചവിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ ടയറും പൊട്ടിപ്പോയി. ആ ടയർ ഇരുന്ന ആ കമ്പി വന്ന് നേരെ എൻ്റെ കാലിലോട്ട് തറച്ചങ്ങ് കയറിയിട്ട് ഒരു കുറച്ച് ആഴത്തിലൊരു ഇങ്ങനെ ഒരു സൂചി അങ്ങ് കൊണ്ട് കയറും പോലെ ആയിപ്പോയി കേട്ടോ. കുറച്ച് തൊലി ഇങ്ങനെ ചിന്നിപ്പോയി. ഞാനത് നേരെ ആ വേദനയിൽ കത്രിക എടുത്ത് നേരെ കണ്ടിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ അനിയൻ പറഞ്ഞു എങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ TT എടുക്കാം, കാരണം കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പിയായിരുന്നു കേട്ടോ, പഴയ ഒരു വണ്ടിയായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഒരുങ്ങി റെഡിയായി ഹോസ്പിറ്റലിൽ പോയിട്ട് TT എടുക്കാമെന്ന് കരുതി കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് TT എടുക്കുന്നത്, കാരണം ഞാനിതുവരെയൊക്കെ ഒരു കാര്യത്തിനും TT എടുക്കാൻ പോയിട്ടില്ല. പൂച്ച മാന്തിയാലോ പട്ടി മാന്തിയാലോ ഒന്നിനും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ കാലിൻ്റെ വേദനയൊക്കെ കടിച്ചമർത്തി പിടിച്ച് ഒരുവിധം ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. നേരെ പോയി ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടറാണെങ്കിൽ കാല് ഡ്രസ്സ് ചെയ്യാനും TT എടുക്കാനും എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡ്രസ്സ് ചെയ്യാനുള്ള മുറിവൊന്നുമില്ല, അതുകൊണ്ട് ഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. TT എടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ റൂമിൻ്റെ വാതിക്കെ വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പേരോടും ഒരു ലൈക്ക് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ദേ അനിയനും അമ്പാടിയും കൂടിയിട്ട് ലൈക്കൊക്കെ തന്നിട്ടുണ്ട്. അമ്പാടി ഇവിടെ കിടന്ന് ഭയങ്കര തവളചാട്ട മത്സരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.